മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ഇന്നലെ മുതൽ എല്ലാവരും കാത്തിരുന്ന ആ ഒരു കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. നെവിൻ തിരിച്ചെത്തിയിരിക്കുകയാണ്. നെവിൻ്റെ റീ എൻട്രി കൺഫെഷൻ റൂം വഴിയാണ് നെവീൻ്റെ റീ എൻട്രി നടന്നത്. നെവീൻ കൺഫെഷൻ റൂമിൽ ഇരുന്നപ്പോൾ ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നെവീൻ പറയുന്നത്, ഞാൻ പ്രേക്ഷകരെ പ്രതിനിധീകരിച്ചാണ് വന്നത്. ആദ്യം ഇവിടെ എൻട്രി ചെയ്തപ്പോൾ ഞാൻ വന്നത് ആസ് എ ഫാഷൻ കൊറിയോഗ്രാഫറായിട്ടാണ്. എന്നാൽ ഇപ്പോൾ റീ എൻട്രി നടത്തിയിരിക്കുന്നത് പ്രേക്ഷകരെ പ്രതിനിധീകരിച്ചാണ്. കാരണം 3 വീക്കിലും നോമിനേഷനിൽ വന്നൊരു വ്യക്തിയാണ് ഞാൻ. എന്നിട്ടും പ്രേക്ഷകരെ വോട്ട് ചെയ്ത് ഇവിടെ നിർത്തിയത് ഞാൻ നല്ലൊരു ഗെയിമർ ആയതുകൊണ്ടാണ്. അങ്ങനെയുള്ള ഞാൻ എൻ്റെ ഒരു എടുത്തുചാട്ടത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ദേഷ്യത്തിൻ്റെ പേരിൽ ഇവിടുന്ന് പുറത്തു പോകേണ്ടതല്ലായിരുന്നു. ഞാൻ അതൊരു ചെയ്തത് വലിയ തെറ്റാണ്, ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു എന്നൊക്കെ എന്തായാലും നെവിൻ ബിഗ് ബോസിനോട് അറിയിച്ചിട്ടുണ്ട്. ഇനി എന്തായാലും 100% കൊടുക്കുമെന്നാണ് നെവിൻ പറഞ്ഞിരിക്കുന്നത്. നല്ല രീതിയിൽ എഫേർട്ട് ഇടും. ഗെയിം സ്ട്രാറ്റജി, അതായത് നെവിൻ്റെ ഗെയിം സ്ട്രാറ്റജി ഫേക്കാണെന്ന് പലരും പറയുന്നുണ്ട്. എന്നാൽ പ്രേക്ഷകർക്ക് എന്നിൽ ഉറച്ച വിശ്വാസമുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. ഇനി ഞാൻ എന്തായാലും എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി നല്ല രീതിയിൽ ഈ ഹൗസിൽ നിൽക്കുമെന്നൊക്കെ ബിഗ് ബോസിനോട് ഉറപ്പ് പറയുന്നുണ്ട് നെവിൻ. ഈ സമയത്ത് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ അതിഥിയായിട്ട് നമ്മുടെ സ്പൈക്കുട്ടൻ എത്തിയിരുന്നു. ഇവരുടെ ശുചിത്വം എങ്ങനെയുണ്ട്, വൃത്തി എങ്ങനെയുണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടി സ്പൈക്കുട്ടൻ എന്തായാലും അങ്ങനെ ഇൻസ്പെക്ഷനൊക്കെ കഴിഞ്ഞ് കൺഫെക്ഷൻ റൂമിലേക്ക് പോകാൻ നിൽക്കുകയായിരുന്നു. എന്തായാലും ഡോർ തുറന്നു കൊടുക്കാൻ 1-2 പേര് പോകണമല്ലോ. അങ്ങനെ സ്പൈക്കുട്ടൻ്റെ പുറകെ 1-2 പേര് പോകുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ നെവിനെ കൺഫെക്ഷൻ റൂമിൽ വെച്ച് കാണുന്നത്. ആദ്യം കാണുന്നത് ശൈത്യയാണ്. ശൈത്യയൊക്കെ ഓടിപ്പോയി കെട്ടിപ്പിടിക്കുന്നുണ്ട്. പുറകെ ശരത്ത്, അക്ബർ, ജിസേൽ എല്ലാവരും വളരെ ഹാപ്പിയായി. എനിക്ക് തോന്നുന്നു ഹാപ്പി അല്ലാത്തൊരു മുഖങ്ങൾ എന്ന് പറയുന്നത് അനുമോള്, ആദില, നൂറ, അങ്ങനെ 1-2 മുഖങ്ങൾ മാത്രമാണ് നെവിൻ്റെ തിരിച്ചുവരവിൽ വലിയ സന്തോഷമില്ലാത്തത്. എന്തായാലും നെവിൻ ആ ഒരു ശത്രുതയോ അല്ലെങ്കിൽ ആ വൈരാഗ്യമൊന്നും മനസ്സിൽ വെക്കാതെ ആദിലയും നൂറയും അനുമോളെയും എല്ലാം ഹഗ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അവരാരും നെവിൻ്റെ അടുത്തേക്ക് വന്നതേയില്ല. ആദിലയും നൂറയൊക്കെ സോഫയിൽ തന്നെ ഇരിക്കുകയായിരുന്നു. ബാക്കി എല്ലാവരും വന്ന് നെവീനെ ഹഗ് ചെയ്യുന്നുണ്ട്. നെവീൻ അങ്ങോട്ട് പോയി ആദിലേനെയും നൂറയും അനുമോളെയും എല്ലാം ഹഗ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ അനുമോൾക്ക് സന്തോഷമില്ലായ്മയൊന്നും കാണില്ല. ചിലപ്പോൾ നെവീൻ്റെ അടുത്ത് എങ്ങനെയാണ് വരുന്നത്, എങ്ങനെയാണ് ഫേസ് ചെയ്യാന്ന് ഓർത്തായിരിക്കും. ആദിലയും നൂറയും എന്തായാലും ഇരുന്നിടത്ത് നനങ്ങിയിട്ടില്ല. നെവീൻ്റെ ഒരു മര്യാദ അനുസരിച്ച് അവിടെ പോയി ഹഗ് ചെയ്ത് ആ ഒരു പ്രോബ്ലം ഇവിടെ സോൾവ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ആസ് യൂഷ്വൽ നമ്മുടെ നെവീൻ്റെ എൻ്റർടൈൻമെൻ്റ് ആണ്, ഓടിപ്പോകുന്നുണ്ട്. കാരണം നെവീൻ സ്വേച്ഛാധിപതി ആയിരുന്നല്ലോ. ആ സമയത്ത് കുറേ ഫുഡ് കിട്ടിയിരുന്നു. അതൊക്കെ ഫ്രിഡ്ജിലുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഓടി ഫ്രിഡ്ജിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോൾ ഫുഡൊന്നുമില്ല. എന്തായാലും എൻ്റർടൈൻമെൻറ്റ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി എന്തായാലും നെവിൻ്റെ പുതിയ സ്ട്രാറ്റജി കാണാം, ഗെയിം കാണാം, പുതിയ മുഖം കാണാം. ഇതുപോലെയുള്ള കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.